നമ്മളൊക്കെ റിയാസ് സലീമിനെ വിമർശിക്കുന്നത് രാജ്യസ്നേഹം കൊണ്ടൊന്നുമല്ല, വെറും റീച്ച് കിട്ടാൻ വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ ഒരു ടാർഗറ്റാണ് റിയാസ് സലീം. അതിന് റിയാസ് സലീം ആരാണ്? റിയാസ് സലീമിൻ്റെ പേരിൽ റിയാസ് സലീം ഫാം എന്നുള്ള രീതിയിൽ കുറേ പേജുകളുണ്ട്. ഈ പേജിനകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോറി അല്ലെങ്കിൽ പോസ്റ്റുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: ബോഡി ഷെയിം വെച്ചു റീലുണ്ടാക്കി നടക്കുന്നവർ അവരാണ് ഇപ്പോഴത്തെ രാജ്യസ്നേഹികൾ. നിരപരാധികളായ ജനങ്ങളെ കൊല്ലുന്നത് ജസ്റ്റിസ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യസ്നേഹം കൊടുമ്പിരി കൊള്ളുന്ന ആളുകൾ എത്ര പേര് പഹൽഗാം ആക്രമണത്തിൽ വിഷമിച്ചു. നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടിയാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതല്ലാതെ നിരപരാധികളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളല്ലേ. അത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പോഴും നിങ്ങൾക്ക് ആ പ്രശ്നം മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പലതും പറഞ്ഞിട്ടും റീച്ച് കിട്ടാൻ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞു രാജ്യസ്നേഹം കാണിക്കുന്നു. ചിലരൊക്കെ 2 മാസമായി വീഡിയോ ചെയ്തിട്ട് ഇന്ത്യയെ ആക്രമിച്ചിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരുടെയൊക്കെ കണ്ണ് തുറന്ന് ഒരാൾക്ക് മേലെ മാത്രമാണ് ഷോ, എന്തൊരു ശുഷ്കാന്തി എന്നുള്ള രീതിയിൽ അടുത്തൊരു പോസ്റ്റും ഞാൻ കണ്ടായിരുന്നു. ഇതും റിയാസ് സലീം ഫാം, അതുപോലെ തന്നെ അവർ ടാഗ് ചെയ്തിരിക്കുന്ന റിയാസ് ഫാൻ എന്നുള്ള രീതിയിലുള്ള പേജുകളിലാണ്. ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ സംഭവമാണെന്നും ആ വ്യക്തിയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ റീച്ച് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഈ റിയാസ് സലീം ഒന്നും അല്ലാത്ത കാലത്തും റിയാസ് സലീം വിമർശിച്ചതൊക്കെ റിയാസ് സലീമിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ റിയാസ് സലീമിൻ്റെ ഉദ്ദേശം റീച്ചായിരുന്നോ വിമർശനമായിരുന്നോ? ഇത് തിരിച്ചൊരു ചോദ്യമാണ്. ഇപ്പം റിയാസ് സലീം പല നടിമാരെ വിമർശിച്ചിട്ടുണ്ട്. റിയാസ് സലീമിനേക്കാൾ 4, 5 ഇരട്ടി ഫോളോവേഴ്സുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയാസ് സലീം അന്ന് ഉദ്ദേശിച്ചത് വിമർശനമാണോ അതോ 10 പേരിലേക്ക് അറിയാനുള്ള ഒരു കുറുക്കുവഴിയായിരുന്നു? ഇത് വെറുതെ ഉണ്ടയില്ലാത്ത വെടി വെച്ചിട്ട് തിരിച്ചു കൊള്ളുന്നൊരവസ്ഥയാണ് ഫാൻ ഗ്രൂപ്പുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു ഇതെന്ന് വെച്ചാൽ അതും റിയാസ് സലീം ഫാമിനകത്ത് ഒരു സ്റ്റോറിയാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത്. അത് രാജ്യസ്നേഹികളായ പ്രത്യേക സോഷ്യൽ മീഡിയ റിയാക്ഷൻ വാണങ്ങൾ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് റിയാക്ഷൻ വീഡിയോ, അതായത് റിയാസ് സലീമിനെ വിമർശിച്ചവരെയെല്ലാം അങ്ങനെയാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. ഒരു സൈഡിൽ പോട്ടമോനെ സാരമില്ല ലൈവ് ചെയ്തു മനഃപൂർവ്വം ഫേക്ക് കാര്യങ്ങൾ സമർപ്പിച്ചപ്പോൾ അഖിൽമാരാറിനെയാണ് ഉദ്ദേശിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അഖിൽമാരാറിനെ തൊട്ട് തലോടി വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾക്കിങ്ങനെ അപ്പുറമാണ് കൊടുത്തിരിക്കുന്നത് 5-6 ഡീഗ്രേഡിങ് വീഡിയോസ്, ബോഡി ഷേമിങ് കേസ് കൊടുക്കൽ മത്സരം, അബദ്ധത്തിലൊരു സ്റ്റോറി ഷെയർ ചെയ്തു. ഒരു സ്റ്റോറിയൊന്നുമല്ല, അതിന് കൂടുതൽ സ്റ്റോറിയും ചില കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇന്നറൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പലരും കണ്ടു കാണത്തില്ല. ഇന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ് എന്നുള്ള രീതി മറുപടി എന്നുള്ള രീതി വിമർശിക്കുന്നത്. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ടീം പെട്ടെന്ന് ഇതെല്ലാം മറന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സും പൂട്ടി ഒരു പോസ്റ്റ് വിട്ടിട്ട് മുങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ആരാണ് മുങ്ങിയത്? ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സ്റ്റോറി ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് മറ്റൊരു പോസ്റ്റ് ഇടുന്നത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചത്? അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ചെയ്തത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണെന്ന്. വല്ലോടത്തും കണ്ട ഫേക്കായിട്ടുള്ള കാര്യങ്ങളെടുത്ത് പോസ്റ്റ് ചെയ്യാന്നിരുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ അറിയുന്നവർ ഇതുപോലെ കുറേ ഫാൻ ഗ്രൂപ്പുകളൊക്കെ നിങ്ങളെ വിശ്വസിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ഫാൻ ഗ്രൂപ്പുകളുള്ളവർക്ക് ഈ റിയാസിനെ പോലുള്ള ആൾക്കാർ കണ്ട അവിടെ എവിടെയും കണ്ട ഒട്ടും വിശ്വാസമില്ലാത്ത ഈ മനുഷ്യ സ്നേഹം കാണിക്കാൻ വേണ്ടി ഇതൊക്കെ എടുത്ത് സ്റ്റോറിയാക്കാൻ നേരത്ത് ഈ നാട്ടിൽ വന്നിട്ട് ആക്രമിച്ചവരെ തിരിച്ചാക്രമിക്കുമ്പോൾ അവർ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ നേരത്ത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിയും അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയും കണ്ട ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ വിമർശനം ഉണ്ടാവും. ഈ ഫാൻ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ അതൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. കാരണം നിങ്ങളെ വിശ്വസിച്ച് കുറേ ടീമുണ്ട്, ഇവരൊക്കെ സത്യമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരിരുന്ന് സ്റ്റോറി ഇടുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു കാര്യം അഖിൽമാരാറിനെയും റിയാസ് സലീമിനെയും അതുപോലെ തന്നെ ആമിന എന്ന് പറയുന്നൊരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. ഇവരെ ഒന്നും ഒരേ ത്രാസിൽ തൂക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് റിയാസ് സലീമിൻ്റെയും ഈ അഖിൽമാരാറിൻ്റെയും ഇഷ്യൂ 2 ഇഷ്യൂ ആണ്. മനസ്സിലായില്ലേ? 2 ഇഷ്യൂ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അഖിൽമാരാറിൻ്റെ ലൈവ് കണ്ടപ്പോൾ പോട്ടമോനെ സാരമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നും റിയാസ് സലീമിനെ നമ്മൾ ഡയറക്റ്റ് കയറി ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. റിയാസ് സലീമിൻ്റെയും അഖിൽമാരാറിൻ്റെയും ഇഷ്യൂ 2 ആണ്. ആ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും വിചാരിക്കുന്നത് ഒരു വിഭാഗത്തിനോടുള്ള വെറുപ്പാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യാനുള്ള കാരണമെന്നൊന്നും ഒരിക്കലുമല്ല. ഞാൻ കാണുന്ന ഒരു പേജുണ്ട്, ഹേ ആച്ചി എന്ന് പറയുന്നൊരു പേജുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഹേ ആച്ചി എന്ന് പറയുന്നൊരു പേജുണ്ട്, നിങ്ങളിപ്പോൾ ഈ പേജ് കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ മനുഷ്യൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്
അയാളുടെ പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമാണ്. ആൾക്കാരോട് നല്ല റെസ്പെക്റ്റോടെ സംസാരിക്കുന്നു, ആൾക്കാരോട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആൾക്കാർ കാണുന്നു, സന്തോഷം പോകുന്നു. അവിടെ ആരും പോയിട്ട് വേറെ ഒന്നും തിരയുന്നില്ല. മനസ്സിലായില്ലേ? വേറെ അയാളുടെ ജെൻഡർ ഏതാണ് അയാളുടെ ചോദിക്കുന്നുണ്ട് അറിയില്ല. എന്തിനു ചോദിക്കണം? നമ്മളവിടെ പോയി വീഡിയോ ഉണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഫ്രണ്ട് ഫേസ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്നിട്ട് വിവരക്കേട് വിളിച്ച് പറയുന്നത് സത്യത്തിൽ ബുദ്ധിമുട്ടുന്നത് ആരാ? ആ ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ കാരണം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ചില പകകൾ കാരണം, ചില ഫാമിലി കയറി നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം, ചില ആൾക്കാരെയൊക്കെ മനഃപൂർവ്വം നിങ്ങൾ സ്റ്റോറിയിലൊക്കെ വലിച്ചഴിച്ച് അലമുണ്ടാക്കുന്നത് കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇച്ചിരി അഹങ്കാരമുണ്ടോ എന്നൊരു തോന്നലുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു വീഡിയോ ഇടാന്നെടുത്ത് അതിന് ആൾക്കാർ വന്ന് കാണുന്നത്. ഇപ്പം നിങ്ങളുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളായതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം വന്ന് കാണുന്നത്, നിങ്ങളെ വിമർശിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വരുമെന്നൊക്കെയാണ്. നിങ്ങളാരാ? അല്ല, എനിക്കറിയാൻ പറ്റുമോ നിങ്ങളാരാ? നിങ്ങളാരാണെന്ന് നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ഒരു വിചാരം എന്താ വെച്ചാൽ ഇവർ വലിയ സംഭവമാണെന്ന്. ഒന്നുമില്ല, ഒരു സംഭവമില്ല. ഒരു ഷോയിൽ പോയത് കൊണ്ട് കുറച്ച് ആൾക്കാർ അറിഞ്ഞു എന്നുള്ളതാണ്. ആ ഷോയിൽ പോകുന്നതിന് മുമ്പും നിങ്ങളൊരു മുറിക്കകത്തിരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുണ്ട് നിങ്ങളെക്കാൾ ഫോളോവേഴ്സുള്ള ആൾക്കാരെ വിമർശിച്ചുകൊണ്ടിരുന്നു. അതിനർത്ഥം അന്ന് നിങ്ങൾ ഫെയിം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ ഫെയിം ഉണ്ടാക്കാൻ ശ്രമിച്ചു, റിയാസിനെ വെച്ച് ഫെയിം ഉണ്ടാക്കാൻ. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നേരത്തെ ആൾക്കാരിലെത്തും. കൂടുതൽ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയുന്ന ആൾക്കാരേക്ക്. ഇപ്പം നരേന്ദ്രമോദി ഈ നാട്ടിലിരുന്ന പല രാഷ്ട്രീയക്കാരും, അല്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ നാട്ടിലിരുന്ന പല രാഷ്ട്രീയക്കാരും, അല്ലെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടുന്ന് പല രാഷ്ട്രീയക്കാരും വിമർശിക്കും. ഇവർക്കൊക്കെ നമ്മളെക്കാൾ 100 ഇരട്ടി ഫോളോവേഴ്സ് ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളൊക്കെ അവരെ വിമർശിക്കാതിരിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്, അങ്ങനെ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ നമ്മൾ ഫോളോവേഴ്സിനെ നോക്കി നമ്മൾ വിമർശിക്കരുത്, വിമർശിച്ച് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ വിവരക്കേടെന്ന് പറയും. പിന്നെ നിങ്ങളൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഫേസ് ആണെന്നുള്ള വിചാരമൊന്നും വേണ്ട. ലക്ഷദ്വീപിൽ നിന്നുള്ള ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. ആ കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഹേ ആച്ചി എന്നാണ് പേര്. പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് അതിനകത്ത് കാണാം. ആൾക്കാർ എന്ത് നല്ല രീതിയിൽ അയാളെ ഇഷ്ടപ്പെടുന്നു നമുക്കതിനകത്ത് കാണാം. കാരണം അയാളുടെ കോണ്ടന്റ് അങ്ങനത്തെ കോണ്ടന്റാണ്, ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അവിടെ പോയിട്ട് ആരും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ മഴവില്ലോ ഒന്നും ഇടുന്നില്ല. അവിടെ ആരും ഒരു ബോഡി ഷെയ്മും ചെയ്യുന്നില്ല. പിന്നെ ബോഡി ഷെയ്മിനെ പറ്റി പറയാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളൊക്കെ ഇങ്ങ് മനസ്സിലാക്കിയേക്കണം. ഈ പറയുന്ന മഹാൻ്റെ പേജ് കയറിയിട്ട് താഴേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരെ കുറേ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഏതെല്ലാം ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കുന്നതായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് പ്രതികരണം ഉണ്ടാവും എന്നങ്ങ് മനസ്സിലാക്കിയേക്കണം. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ നേരത്ത് ആ സ്റ്റോറിയൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നൈസായിട്ട് മിണ്ടാതിരുന്നിട്ട് നൈസായിട്ട് ഒരു സൈഡിലേക്ക് മാറി കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ട് ഒരു സ്റ്റോറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അതായത് ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ ജയ്ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിട്ടിട്ട് പിന്നെ ഈ സ്റ്റോറി അപ്പുറത്ത് വന്നിട്ട് എൻ്റെ ഫാൻ ഗ്രൂപ്പുകാരുണ്ടല്ലോ ഇമാതിരി വെളിപ്പേരുമായിട്ട് വന്നു കഴിഞ്ഞാൽ അയ്യേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ വലിയ മഹാനൊന്നുമല്ല, അത്ര വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ കരുതുന്നുമില്ല. നിങ്ങളുടെ പല വീഡിയോ എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും നിങ്ങളോട് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പലതിനോടും എനിക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് ചില വിഭാഗത്തിനോട്, ചില മനുഷ്യരോടൊക്കെ ഒരു പുച്ഛമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പുച്ഛഭാവം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു ബോഡി ലാംഗ്വേജിലും നിങ്ങളുടെ സംസാരിക്കുന്ന രീതിയിലും ഒക്കെ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഭാഷയുണ്ട് പലതിനും. സ്റ്റോറി റിയാക്ഷൻസ് ഒക്കെ നോക്കിയാൽ ഈ പോസ്റ്റിൻ്റെ റിയാക്ഷൻസ് അതിനകത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിയാക്ഷനും വരുന്നത്. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്തോ നിങ്ങൾ വലിയ മഹാനാണെന്നും നിങ്ങളെപ്പറ്റി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് അത് കിട്ടുന്നത് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങളെ ഇഷ്ടമല്ലാത്തവർ വന്നത് കാണും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 2-3 നിങ്ങളുടെ ഫാനുകാരല്ലാതെ വേറെ ആരാണ് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്? ആരാ നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? ആരാ ഒന്ന് പിന്തുണച്ചത്? ആരുമില്ല എന്ന് മനസ്സിലാക്കിയേക്കണം. നിങ്ങളൊക്കെ ജസ്റ്റ് പോയിട്ട് ആ ലക്ഷദ്വീപിൽ ആച്ചിയൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കി ആ പയ്യനെയൊക്കെ കണ്ടൊന്ന് എങ്ങനെയാണെന്ന് പെരുമാറേണ്ടതെന്നെങ്കിലും പഠിക്കാം. കാരണം അവിടെ ഫുൾ പോസിറ്റീവാണ് കണ്ടുകൊണ്ടിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ പോയി ആരും അയാളെ ഒന്നും പറയുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് നിങ്ങളോട് മാത്രം കയ്യിലിരിപ്പല്ലാന്ത് ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോളോ ചെയ്യുന്നവരും പരിഗണിക്കാം.